മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത് ഈ വിഷയം തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഞങ്ങൾ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു സമയത്തും രാഹുലിനെ ന്യായീകരിക്കാനോ രാഹുലിന് സംരക്ഷണം കവചമൊരുക്കുവാനോ ഒന്നും മഹിളാ കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അതിന് ഒരു സമയത്തും തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പരാതി ലഭിച്ചപ്പോൾ KPCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KPCC പ്രസിഡന്റ് അത് നേരെ കൊടുത്തത് ആർക്കാണ്? DGPക്കാണ്. പോലീസ് മേധാവിക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ CPM ഇതുവരെയും ചെയ്തിരുന്നത് എന്താ? ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുന്നു, അത് അന്വേഷിക്കുന്നു, അതിന് തീവ്രത പോരാ എന്നെല്ലാമുള്ള ഇത് വരുന്നു. പക്ഷേ കോൺഗ്രസ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളോ സംരക്ഷണ കവചം ഒരുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേത് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ സാധിക്കും. പാർട്ടി ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളത് അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു പരാതി അല്ലാതെ പരാതി വരട്ടെ, സാങ്കേതികത്വത്തിൻ്റെ പേരോ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി KPCC പ്രസിഡന്റും നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെയൊക്കെ ആ തീരുമാനത്തിൻ്റെ ഒക്കെ ആ എടുക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പ് പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആശയവിനിമയമൊക്കെ നടത്തേണ്ട തലത്തിൽ നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്, പോലീസിൻ്റെ കോർട്ടിലാണ്. അപ്പോൾ അത് പോലീസിന് അന്വേഷിക്കട്ടെ. തീർച്ചയായും പുതിയ പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കാറുണ്ട്. ഇതിൽ പരാതികൾ വന്നു, അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അതിൻ്റെ ഒരു ഇപ്പോൾ പരാതി ഇന്നലെ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു. പോലീസ് രാഹുലിനായി അന്വേഷണം നടത്തുന്നു. നമ്മളാരും, കോൺഗ്രസ് പാർട്ടിയിലെ ആരും രാഹുലിനെ സംരക്ഷിക്കാനില്ല എന്ന് പറയുമ്പോൾ, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. സസ്പെൻഷൻ മതിയെന്നല്ല, ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും.